ലോച്ചീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെമൺ റൈസ് ആണ്. ലെമൺ റൈസ് ചോറ് വെച്ചിട്ടുണ്ട്. ഇത് ഉച്ചയ്ക്ക് വെച്ച ചോറിന്റെ ബാലൻസ് വന്നാണ്. ഇത് കൽക്കത്തയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന അരിയാണ്. അപ്പൊ ഇതിന്റെ അരിയുടെ പേര് എനിക്കറിയത് നല്ല മണമാണ് ഈ അരിക്ക്. ചെറിയ അരി. ഓക്കെ, അപ്പൊ ഇത്രയും ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കപ്പലണ്ടി, പച്ചക്കപ്പലണ്ടിയാണ്, വറുത്ത കപ്പലണ്ടി അല്ല, പച്ചക്കപ്പലണ്ടി, ഡ്രൈ ചില്ലി, കറിവേപ്പില, ദെൻ പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് അതുപോലെ 3 നാരങ്ങ. ഓക്കെ, അപ്പോൾ പുളിക്കനുസരിച്ച് നാരങ്ങ എടുക്കുക. ഒത്തിരി പുളി വേണ്ടവർക്ക് കൂടുതൽ നാരങ്ങ എടുക്കുക, കുറച്ച് പുളി വേണ്ടവർക്ക് കുറച്ച് നാരങ്ങ എടുക്കുക. അത് ഈ കപ്പലണ്ടി ഇവിടെ ആണെങ്കിൽ കുറേ കപ്പലണ്ടി ഇടുന്ന ഇഷ്ടമാണ് ഉള്ളവർക്ക്, അതുകൊണ്ടാണ് ഒത്തിരി കപ്പലണ്ടി. ചിലവർക്ക് കുറച്ച് കപ്പലണ്ടി, എൻ്റെ സിസ്റ്ററിൻ്റെ മക്കൾക്കാണെങ്കിൽ കുറച്ച് കപ്പലണ്ടി മതി. അപ്പം ഇവിടെ ഒത്തിരി കപ്പലണ്ടി, അപ്പം ആവശ്യത്തിന് കപ്പലണ്ടി ഇടും. ഓക്കെ, അപ്പം എണ്ണ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചാൽ മതി. 1 സ്പൂൺ എണ്ണയിൽ 1 സ്പൂണ്, ഞാൻ 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകിട്ട് പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അതിനകത്തോട്ട് ഡ്രൈ ചില്ലി ഇടുക. ഡ്രൈ ചില്ലി ഇട്ടു. പിരിയമുളകിന്റെ ഡ്രൈ ചില്ലിയാണ്, ഏത് ഡ്രൈ ചില്ലി ഉപയോഗിക്കാം. ഡ്രൈ ചില്ലി, കറിവേപ്പില, പച്ചമുളക്. ഇത് ഒന്ന് മൂത്തിട്ടുണ്ട്. തീ കുറച്ച് വെക്കണം, അല്ലെ കഴിച്ചു പോകും. കപ്പലണ്ടി ഇടുക. കപ്പലണ്ടി ഇട്ട് മൂപ്പിക്കുക. നാരങ്ങ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മൂക്കണം. ഈ വെച്ചിരിക്കുന്നത് പച്ചക്കപ്പലണ്ടി അല്ലേ, അപ്പൊ അതൊന്ന് മൂക്കണം. ഈ സാധാരണ ട്രെയിൻ യാത്രയ്ക്ക് പണ്ട് ആൾക്കാർ പോകുമ്പോഴത്തേന് ഈ ലെമൺ റൈസ് ഉണ്ടാക്കിക്കൊണ്ട് പോകും. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഇത് ഭയങ്കര ഫേവറിറ്റാണ് അവരുടെ. ഞങ്ങൾ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലൊക്കെ താമസിക്കുന്ന സമയത്ത് അവിടുത്തെ ഫേവറിറ്റ് റൈസാണിത്, ലെമൺ റൈസ്. അങ്ങനെയാണ് എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടത്. കപ്പലണ്ടി മൂത്തിട്ടുണ്ട്. നാരങ്ങ പിഴിയുക. നാരങ്ങ പിഴിഞ്ഞ് നാരങ്ങയുടെ നീര്. അപ്പൊ ഇതിനകത്ത് ഉപ്പിടുക. എപ്പോഴും പറയുമ്പോൾ ഞാൻ റോക്ക് സാൾട്ടാണ് ഉപയോഗിക്കുന്നത്. ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ടു. ചിലവർക്കൊക്കെ മഞ്ഞിട്ടിരിക്കണം. ഇത് കുറച്ച് കൂടുതൽ മഞ്ഞ വെച്ചോ, ഇച്ചിരി മഞ്ഞിട്ടിരിക്കണമല്ലോ.
പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ ചോറ് കുറേശ്ശെ ഇടുക. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ചിലവർക്ക് അധികം വേഗം ഇഷ്ടമല്ല ചോറ്, അങ്ങനെ ചെയ്യാം. ചിലവർ ശക്കലൊന്ന് വേഗണം, അങ്ങനെയും ചെയ്യാം. കട്ടയെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കണം. കൊടുക്കുക. അപ്പോൾ ആ വെള്ള അരിയെല്ലാം മഞ്ഞയാവും. ഒന്ന് ഒട്ടും കുഴയ്ക്കരുത്, കുഴഞ്ഞു പോകും. ഇതുപോലത്തെ ചീനിച്ചട്ടി, മറ്റേ തവി, ഇങ്ങനെ ഉള്ള തവിയൊന്നും ഇട്ട് ഇളക്കരുത്, അതൊന്ന് കുഴഞ്ഞു പോകും. ഇങ്ങനത്തെ തവിയൊന്നും ഇട്ട് ഇത് ഇളക്കരുത്, അത് കുഴഞ്ഞു പോകും. ഇങ്ങനത്തെ ചട്ടുക തന്നെ ഇളക്കണം. എന്നിട്ട് ഓരോ വെള്ള അരിയില്ലേ അതെല്ലാം നല്ലതായിട്ട് ഇങ്ങനെ ആക്കി ആ വെള്ള അരിയെല്ലാം മഞ്ഞയാവണം. എപ്പോഴും ഇത് തീ കുറച്ച് ചെയ്യണം, അല്ലെങ്കിൽ വെന്ത് പോകും. ഒത്തിരി വെന്താൽ ഈ ലെമൺ റൈസ് നല്ലതല്ല. അരി വേകാൻ പാടില്ല അധികം. ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മുട്ട പുഴുങ്ങിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് എണ്ണ, കുറച്ച് മുളക് പൊടി ഇട്ട് അത് റോസ്റ്റ് ചെയ്ത് കുറച്ച് ഉപ്പും ചേർത്ത്, കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പില, അത് റോസ്റ്റ് ചെയ്യുക. പിന്നെ പപ്പടം, അച്ചാർ, ഇത്രയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെമൺ റൈസ് റെഡി. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അറിയാലോ, യൂട്യൂബ് ചാനലിൽ ലോച്ചീസ് വേൾഡ്. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ചെയ്ത് നോക്കണേ.